ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറി വിവാദം പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ജനാധിപത്യം മട്ടിമറിക്കാൻ നാണമില്ലേ മൊയ്തീനേ, നാണമില്ലേ നിങ്ങൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക്, നാണമില്ലേ CPM. മാർച്ച് വടക്കാഞ്ചേരി പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ തടഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എസ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിലൂടെ സ്ഥാനത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജാഫർ മാഷിന് 50 ലക്ഷം കോടി നൽകിക്കൊണ്ട് വോട്ട് വാങ്ങിച്ചെടുക്കുന്ന ചിത്രമാണ് നാം 2 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത്. ഈ അഴിമതിയുടെ കഥ പുറത്തേക്ക് പറഞ്ഞത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് കെട്ടുകൾ ലഭിച്ച ജാഫർ മാഷ് തന്നെയാണ്. അതിനെതിരെ അതിശക്തമായ സമരങ്ങളും നിയമ നടപടികളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിനെ ഈ സമരഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പണം കൊടുത്തുകൊണ്ട് കൈക്കൂലി പണം ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി വാങ്ങിയെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുവാൻ നഫീസ തയ്യാറാകണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാറുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുതിരക്കച്ചവടത്തിലൂടെ സ്ഥാനത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. ഇന്ന് വളരെ പെട്ടെന്നൊരു അടിയന്തര പ്രതികരണം എന്ന നിലയ്ക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇത് വളരെ ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഒരു പ്രവണതയാണ്. ഉത്തരേന്ത്യയിലെ BJPയുടെ പതിപ്പ് പോലെ സമാനമായൊരു പതിപ്പായി കേരളത്തിലെ CPM മാറി.
തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ 50% UDF-നും 50% ഇടതുപക്ഷത്തിനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് ആര് വരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു നറുക്കെടുപ്പ് പ്രൊസീജിയറിലൂടെ കടന്നു വരേണ്ടതാണ്. എന്നാൽ ആ സാധ്യത പോലും 50% സാധ്യത പോലും ഇല്ലാതാക്കി ഒരു സ്വതന്ത്ര മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച UDF-ൻ്റെ സ്വതന്ത്രനെ പണം കൊടുത്ത് അവരുടെ വശത്താക്കി എന്ന് പറഞ്ഞത് ഈ പണം കൈപ്പറ്റിയ ആളുകൾ. പണം കൊടുത്ത് ഇത്തരത്തിൽ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ കേരളത്തിലെ CPM തീരുമാനിച്ചിരിക്കുന്ന ഏത് കാലഘട്ടം മുതലാണ്? ഏത് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് തുടക്കം കുറിച്ചത്? ഇപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മകൻ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഉമ്മയുടെ ജോലി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കാലിളകിയ CPM ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ പണം കൊടുത്തും സ്വാധീനിച്ചും എല്ലാ തരത്തിലുമൊക്കെ ഭയപ്പെടുത്തിയുമൊക്കെ ഈ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പണം കൊടുത്ത് കോഴ കൊടുത്ത് ജയിച്ചിട്ടുള്ളതാണ്. അത് അവരെ രാജിവെപ്പിക്കുമെന്നുള്ളതാണ് യുവകോൺഗ്രസിന്. അതുവരെ സമരമായി മുന്നോട്ട് പോകുന്നത്. നാളെ പാർട്ടിയുടെ സമരമുണ്ട്. തുടർന്നുള്ള സമരങ്ങളും പാർട്ടി നിർദ്ദേശപ്രകാരമുള്ള സമരങ്ങളും യുവകോൺഗ്രസ് പ്രവർത്തകർ. മിനർവ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.